ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഇല്ലല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പൂക്കളും ചെടികളും എല്ലാം. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. നമ്മൾ പലരുടെയും വീട്ടുമുറ്റത്ത് നമ്മൾ കാണാറുണ്ട്, ചെറുതായിട്ടാണെങ്കിലും ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് ചെടികളാണെങ്കിലും വളരെ ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് അത് മനോഹരമാക്കി നമുക്ക് കാണാൻ പറ്റും. എനിക്കുണ്ട് ചെറുതായിട്ടൊരു പൂന്തോട്ടം. എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ അതിനകത്ത് ഓരോരോ മാറ്റങ്ങൾ വരുത്താറുണ്ട്. എന്ന് വെച്ചാൽ കിട്ടുന്ന നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു ചെടികളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് സ്വരുക്കൂട്ടി ഞാനും ഇങ്ങനെ ഒരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുറേ കാലം കൊണ്ട് ഞാനിങ്ങനെ ഓരോ ചെടികൾ കൊണ്ടുവച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നല്ലൊരു ഗാർഡൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെടികളാണ് അതിനകത്ത് വേണ്ടത്, അപ്പോൾ എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു നല്ല ഗാർഡൻ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചെറിയ അനുഭവങ്ങളോ വലിയ കാര്യമായിട്ടൊന്നുമല്ല, എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട്. അങ്ങനെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഏതൊക്കെ തരം ചെടികളാണ് നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ. എങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ വേണ്ടതെന്നൊക്കെ. ചിലർക്കാണെങ്കിൽ പൂക്കളോടായിരിക്കും ഇഷ്ടം, ചിലർക്കെന്ന് പറയുന്നത് പല കളറ് ഇലകൾ ക്രോട്ടൺസൊക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കാണുന്നത്. ആ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിന് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിലെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പൂന്തോട്ടം സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന പൂക്കളൊന്നൊന്നുമില്ല, എല്ലാ പൂക്കളോടും ഒരു പ്രത്യേക ഇഷ്ടമാണ്. കൂടുതൽ നല്ല കളേഴ്സായിട്ടുള്ള നമ്മളെ കണ്ണിനൊക്കെ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന കളേഴ്സൊക്കെ ഉണ്ടല്ലോ, റെഡ് എന്നൊക്കെ പറയുന്നതൊക്കെ, അതിനോടാണ് എനിക്ക് കൂടുതലിഷ്ടം. പിന്നെയെന്ന് പറയുമ്പോൾ അതുപോലെ പൂക്കളോടെന്ന പോലെ ഇലച്ചെടികളോട്, നമ്മുടെ കോളീസിന് പോലെ ഇലച്ചെടികളുണ്ടല്ലോ, അതിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതൽ വീട്ടിൽ നട്ടു വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്ന് പറയുമ്പോൾ വലിയ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് കോളീസ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ എൻ്റെ ഭർത്താവിനാണെങ്കിൽ പുള്ളി എന്നിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റായിട്ടാണ് പുള്ളി ചിന്തിച്ചതെന്ന് വെച്ചാൽ കൂടുതലും മണമുള്ള ചെടികളുണ്ടല്ലോ, അത് കൂടുതൽ നട്ടു വളർത്തണമെന്ന് പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് തോന്നി. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ആദ്യം കുറേ നഴ്സറികളിൽ പോയിട്ട് ഓരോ ചെടികളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വില കൊടുത്തുള്ള ചെടികളല്ല, ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് മുല്ലയാണ്. 1-2 ചെടികളൊന്നും വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങളൊരു കുറേ മുല്ല തന്നെ മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ മണം വരുന്നതാണ് പിച്ചി, റോസ, ഇങ്ങനെ കുറേ ചെടികളുണ്ട്. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെ നോക്കിയിട്ട് വീട്ടിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഇഷ്ടം മാത്രമല്ല പുള്ളിയുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിനുള്ളത്തെ ചെടികൾ എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ള ആ പ്ലോട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന്. ഇപ്പോൾ ചില ചെടികളൊക്കെ നമ്മൾ ചെടിച്ചട്ടികളിൽ കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ച് വെക്കാൻ പറ്റാത്ത ചെടികൾ കാണും, ചിലത് മണ്ണ് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ കുറേയൊക്കെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികളെ ഉള്ളൂ താഴെ വെച്ചിരിക്കുന്നത്, മണ്ണ് അത്ര ബെറ്റർ അല്ലാത്തതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും മണ്ണിൽ കാണില്ല. ആ ഒരു അവസ്ഥയായതുകൊണ്ട് ചെടിച്ചട്ടികളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് ചെടി എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആഗ്രഹമുള്ള ചെടികൾ നഴ്സറികളിൽ നിന്നായാലും എവിടെ നിന്നായാലും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പൂക്കളാണെങ്കിൽ അങ്ങനെ, അല്ല ഇലച്ചെടികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കുക. പൊതുവെ നമ്മുടെ മലയാളികളുടെ വീടുകളിൽ പൊതുവേ കണ്ടുവരുന്ന കുറേ ചെടികളുണ്ടല്ലേ, സ്ഥിരമായിട്ട് കൊച്ചിലെ മുതലേ കണ്ടുവരുന്ന കുറേ ചെടികളുണ്ട്. നമുക്ക് അതിന് ഉദാഹരണം എന്ന് പറയുമ്പോൾ ചെമ്പരത്തിയുണ്ട്, തെച്ചിയുണ്ട്, മുല്ലയുണ്ട്, പിച്ചി, പിന്നെ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ബാൽസം കാണാറുണ്ട്, അതുപോലെ തന്നെ ജമന്തി, ഇങ്ങനെ കുറേ ചെടികളുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതുപോലുള്ള ചെടിയൊക്കെയൊന്നും വലിയ വിലകളാവത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് നഴ്സറികളിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാലും ഈ വിധ ചെടികളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ കുറേ ചെടികൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ അരളിച്ചെടിയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് അരളിച്ചെടി, വെള്ളയും റോസും ഒക്കെ നിറത്തിലുണ്ട്, നിറച്ച് പൂത്ത് നിറയെ എന്ന് വെച്ചാൽ പൂക്കൾ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബാൽസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ട് വളർത്താം കേട്ടോ. ബാൽസമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്താം. അപ്പം ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തുകയാണെങ്കിൽ ബാൽസം, അതുപോലെ തന്നെ ജമന്തി, പിന്നെ നമ്മുടെ 10 മണിച്ചെടി, ഒട്ടും നമുക്ക് ഒരു ചിലവില്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് 10 മണി ചെടി എന്ന് പറയുമ്പോൾ. ചെടിച്ചട്ടി മാത്രമല്ല കേട്ടോ, കണ്ടിട്ടില്ലേ കുപ്പികളിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത്, ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയിൽ ബാൽക്കണിയിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, കുപ്പിയിൽ വെച്ചിട്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ല, വെള്ളം നനച്ച് കൊടുക്കുക എന്നുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ നല്ല രീതിയിൽ നല്ലപോലെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ബാൽസം എന്നൊക്കെ, അല്ല നമ്മുടെ ഈ 10 മണി ചെടി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികളുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചെടികൾ. ഇതൊക്കെ നമുക്ക് പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് നട്ടു വളർത്താൻ പറ്റിയ ചെടികളാണ്. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ ചിലർക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബാൽക്കണിയിലൊക്കെ എന്ന് വെച്ചാൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും അവർക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നല്ല പൂക്കളൊക്കെ തരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആയാലും ചില ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ ഒരു 2-3 വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അതിനകത്തൊന്നാണ് പെറ്റൂണിയ എന്ന് പറയുന്നൊരു പ്ലാന്റ്, വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് പെറ്റൂണിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകാർപ്പസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ പല കളേഴ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലകത്തുള്ളത് ഗ്രീനിനകത്ത് റെഡ് പൂക്കളുള്ളതുണ്ട്, നല്ല ഭംഗിയാണ്. എനിക്ക് അതിൻ്റെ ഗ്രീനിൽ ചെറിയൊരു പിങ്ക് പൂക്കളുള്ളതുണ്ടായിരുന്നു, പക്ഷെ അതത്ര എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കത് നല്ലതുപോലെ നോക്കാനും പറ്റിയില്ല, അത് പെട്ടെന്ന് മേടിച്ച് ചീത്തയായി പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ ഗ്രീനകത്ത് റെഡ് ഷെയ്ഡുള്ളത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ മറ്റേ പെറ്റൂണിയ എന്ന് പറയുന്നത് പിങ്ക്, നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടു കാണും, ഞാൻ ആ പൂക്കൾ അത് കാണിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ആ പൂവെന്ന് പറയുമ്പോൾ വളരെ ഭംഗിയാണ്, കൊല കുത്തിയ പോലെ നിറച്ചും പൂക്കളും വരുന്ന പ്ലാന്റാണ്. പിന്നെ ചില ഫേൺസ് ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഫേൺസ് എന്ന് വെച്ചാൽ ചിലർക്ക് പച്ച കളറിനോടൊരു താല്പര്യമായിരിക്കും. പച്ചപ്പ് നിറഞ്ഞൊരു ബാൽക്കണി അല്ലെങ്കിൽ വീട്ടുമുറ്റമൊക്കെ ആയിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഫേൺസിൻ്റെ പല ഫേൺസുകളുണ്ട്, അത് നമുക്ക് ഹാങ് ചെയ്തിടാം. പ്രയോജനപ്രദമായിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ പച്ചക്കറി, നമ്മളിപ്പം പൂക്കൾ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വെണ്ടയോ തക്കാളിയൊക്കെ ഇത് ചെടികളുടെ ഇടയ്ക്ക് കൊണ്ടുവച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനതുപോലെ ചെടികളുടെ ഇടയിലും പച്ചക്കറിയൊക്കെ നട്ട് വളർത്താറുണ്ട്, മുളകൊക്കെ വെച്ച് പിടിപ്പിക്കാറ്. നല്ല ഭംഗിയാണ് കേട്ടോ, അത് പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചിലപ്പോൾ ചിലർക്ക് ചെടികളിലെക്കാട്ടിയും കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ, അപ്പം ഈ ശവന്നാറി എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ് പോലെ തന്നെ നിറച്ച് പൂക്കൾ പിടിക്കുന്നൊരു പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളും നമുക്ക് ഗാർഡനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് മണം നൽകുന്ന ചെടികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് കൂടുതലും ഇങ്ങനെ ചെറിയ സ്മെല്ലൊക്കെ ഉള്ള ചെടികളാണ് പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വീട്ടിൽ അങ്ങനെ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കല്യാണ സുഗന്ധികം എന്ന് പറയുന്ന ചെടിയുണ്ട്. എനിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരുവിധം ചെടികളിലൊക്കെ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ചെടിയാണ് കേട്ടോ. കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിട്ട്, എന്ന് വെച്ചാൽ ആ ചെടി ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നില്ല, ചെറിയ വാഴ പോലെയൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ അതിൻ്റെ പൂക്കളുണ്ടല്ലോ, ആ വെള്ള പോലെ തന്നെ അതിൻ്റെ പ്യുവറായിട്ടുള്ള സ്മെല്ലാണ്, ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ആ പൂക്കൾക്കെന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ്, പൂ കാണാനും ഭംഗിയാണ്. എനിക്കൊന്നും ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ല, പക്ഷേ ഇത്രത്തോളം മണമുള്ള ചെടികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ മുല്ലപ്പൂവൊക്കെ പോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമുക്ക് ഈ കല്യാണ സുഗന്ധികം. പിന്നെ മുല്ല, പിന്നെ പിച്ചി, പിന്നെ നമ്മൾ മിക്ക വീടുകളിലും ഇപ്പോൾ പുതുതായിട്ടുള്ള വീടുകളിലെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കന്നിമൂലയിലൊക്കെ പാല നട്ട് പിടിപ്പിക്കാറുണ്ട്, ചെറിയ കറ വരുന്ന ചെടികൾ നട്ട് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ മുള്ളുള്ള പാലയൊക്കെ പണ്ട് മുള്ളുള്ള പാലയൊക്കെ ആൾക്കാർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് മുള്ളുള്ളതല്ല, എന്നാൽ വീടിന് കുറച്ചുകൂടെ ഭംഗി തോന്നാനും എന്നാൽ പ്രയോജനപ്രദമായിട്ടുള്ള ചെടികൾ അവിടെ ഇങ്ങനെ പാല നട്ട് വയ്ക്കാറുണ്ട്. അപ്പം നഴ്സറികളിൽ ഇപ്പം കിട്ടുന്നുണ്ട് നല്ല മണമുള്ള പാലപ്പൂവ്
ഉള്ള ചെടികൾ കിട്ടാറുണ്ട്. അപ്പോൾ അതും നട്ട് വളർത്താൻ നല്ല എന്ന് വെച്ചാൽ മണം തരുന്നൊരു പൂക്കളാണ്. പിന്നെ പാരിജാതം പറഞ്ഞറിയിക്കണ്ടല്ലോ, പണ്ടുള്ള വീടുകളിലെല്ലാം കണ്ടുവരുന്നൊരു ചെടി തന്നെയാണ് പാരിജാതം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇല്ലായിരുന്നു. ഞങ്ങളും ചെറിയൊരു തൈ മേടിച്ചിട്ട് പല വീടുകളിലും ഞങ്ങൾ തിരക്കിയപ്പോൾ അതില്ല, ഇപ്പോൾ കാണുന്നില്ല. മണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, പൂക്കളിൽ നിന്ന് മണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ കുറേ ചെടികൾ നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ അവിടെ കുഞ്ഞു പൂമ്പാറ്റകളും വേണം, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കിളികളും ഒക്കെ വേണം. അപ്പം നമ്മളിപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലേ, അപ്പം നമ്മൾ കിളികളെയൊക്കെ അവർക്കും വെള്ളം കുടിക്കണം, ആഹാരം കഴിക്കണം. അപ്പം നമ്മൾ മാത്രം ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവയ്ക്കൊക്കെ കുറേശ്ശെ നമ്മളെ ഗാർഡനിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ് വന്ന് കൊത്തി കുടിക്കാനും. നമ്മുടെ ഗാർഡനിൽ കുറേ കൂടെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ചിത്രശലഭങ്ങൾ കൂടുതലും വരുന്ന ചില ചെടികളുണ്ട്. ആ ചെടികളും കൂടി നമ്മളെ ഗാർഡനിലൊന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഞങ്ങളുടെ ഗാർഡനിൽ നമ്മൾ ഇങ്ങനെ പകൽ വന്നിരിക്കുമ്പോൾ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുക, പൂക്കളിലൊക്കെ വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുമല്ല, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറക്കെ പൂ പിടിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ മോനുണ്ടെങ്കിൽ വീട്ടിൽ ഇതിൻ്റെ ഒക്കെ പുറക്കെ ഓടും ഇതിനെയൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ ഈ ചിത്രശലഭങ്ങളെയൊക്കെ ആകർഷിക്കണമെങ്കിൽ, ചിത്രശലഭങ്ങളൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ വരണമെങ്കിൽ ചില ചെടികളുണ്ട്, പ്രധാനമായിട്ടുള്ള കുറച്ച് ചെടികൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ചെടികളുടെ കൂടെ നമുക്ക് ഈ ചെടികളും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുള്ള ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, മെഡിസിനൽ വാല്യൂ ഒരുപാടുള്ള ചെടിയാണ് ശംഖുപുഷ്പം. അതിൻ്റെ വെള്ളയുണ്ട്, നീലയുണ്ട്. അപ്പോൾ അതിൻ്റെ നീലയെന്ന് പറയുന്നത് ഒരുപാട് എന്ന് വെച്ചാൽ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള ചെടികളെയാണ് നമ്മുടെ ഈ ചിത്രശലഭങ്ങളെ ആകർഷിച്ച് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ശംഖുപുഷ്പത്തിലാണെങ്കിൽ വളരെ എനിക്ക് തോന്നി നമ്മളിവിടെ 3-4 തൈകൾ വിത്ത് കൊണ്ടുവന്നിട്ട് നിറച്ചും പടന്നു കയറി പൂത്ത് കഴിഞ്ഞപ്പോൾ ധാരാളം ചിത്രശലഭങ്ങളാണ് കേട്ടോ. പകലൊക്കെ നിറച്ചും ചിത്രശലഭങ്ങളാണ്, കാണാൻ തന്നെ രസമാണ് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ജമന്തി ബന്തി എന്നൊക്കെ പറയുന്ന ചെടിയുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ആ സ്മെല്ല് കൊണ്ടാവാം അതോ കളറും ഉണ്ടാവും, ധാരാളം ചിത്രശലഭങ്ങൾ വരും. പിന്നെ ചെമ്പരത്തി, പിന്നെ അതുപോലെ തന്നെ തെറ്റി എന്ന് പറയുന്ന ചെടിയുണ്ട്, തെറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ തേന് കുടിക്കാനായിരിക്കും ധാരാളം ചിത്രശലഭങ്ങൾ തെറ്റി ചെടിയിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മാങ്ങാനാറി, പിന്നെ നീലക്കൊടുവേലി എന്നൊക്കെ പറഞ്ഞ ചെടികളുണ്ട്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നീലക്കൊടുവേലി. അതിൻ്റെ ചുവന്ന കൊടുവേലിയുണ്ട്, പക്ഷേ നീലക്കൊടുവേലിനകത്തും ഇതുപോലെ തന്നെ ധാരാളം ചിത്രശലഭങ്ങൾ വന്നിരിക്കും നമുക്ക് കാണാം. പിന്നെ ഹൈഡ്രാഞ്ചിയ, നല്ല വില കൂടിയ ചെടിയാണല്ലേ ഹൈഡ്രാഞ്ചിയ എന്ന്. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് 2-3 പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നീലയും അതുപോലെ തന്നെ പിങ്കും. അപ്പോൾ ഈ നീലയിനകത്താണോ പിങ്കിനകത്താണോ ചിത്രശലഭങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഹൈഡ്രാഞ്ചിയ ചെടിയിനകത്ത് ധാരാളമായിട്ട് ചിത്രശലഭങ്ങൾ പൂക്കളിനകത്ത് വന്നിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അറിവിൽ വെച്ചിട്ട് ഞങ്ങൾ 2-3 ചെടികൾ ഹൈഡ്രാഞ്ചിയ വളർത്തുന്നുണ്ട്. പിന്നെ പെൻഡാസ് എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ തെറ്റിപ്പൂവില്ലേ, തെറ്റിപ്പൂവിൻ്റെ ചെറുതുപോലെ തോന്നും, പക്ഷേ ആ ഇലകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ നീല ഒരു ചെറിയ വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഈ 2 കളേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളിനകത്തും ധാരാളമായിട്ട് ചിത്രശലഭങ്ങൾ വന്നിരിക്കും. പിന്നെ സൂര്യാന്തിപ്പൂവ്, അതുപോലെ തന്നെ നമ്മൾ 10 മണി ചെടിയുണ്ടല്ലോ, വളരെ ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ അതിനകത്തും ധാരാളം ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ 10 മണികളുണ്ട്, നമുക്കറിയാം ചില ചെടികളിനകത്ത് നമുക്ക് കൂടുതലായിട്ട് വന്നിരിക്കുമ്പോൾ ബാക്കി എന്തൊക്കെ ചെടികളുണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ ചെടികളിലായിരിക്കും ഇത് ചുറ്റിപ്പറ്റി ഇങ്ങനെ പറന്ന് പാറി നടക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ കുലുക്കിച്ചെടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, ഞാനത് കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട്, പല വീഡിയോസിലും ഞാനത് കണ്ടിട്ടുണ്ട് ആ ചെടി. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകതരം ചിത്രശലഭമാണ് അതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്, കറുപ്പും വെള്ളയും പോലത്തെ ചിത്രശലഭങ്ങൾ. പക്ഷേ എന്ന് വെച്ചാൽ മറ്റൊരു ചെടികളിലും കാണാത്ത രീതിയിൽ അതിനകത്ത് ഈ ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്ന കാണാം. അതിൻ്റെ ഇലയൊക്കെ തിന്നും കേട്ടോ. പൂവും ഞാനത് കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഈ ഇലകൾ നിറയെ നിൽക്കുന്ന ആ ചെടീനകത്ത് വന്നെന്ന് ഇലകളെല്ലാം തിന്നുന്നത് ഞാൻ കണ്ടു. ഇതിനെ മൊത്തം അത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല ആ ചെടി, പക്ഷേ എന്താണെന്നറിയത്തില്ല ധാരാളമായിട്ട് ചിത്രശലഭങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഈ പറഞ്ഞ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വലിയ ചിലവില്ലാതെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ കുറേ ചെടികളാണ്. ഇതൊക്കെ ഒന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗാർഡൻ്റെ കൂടെ ഇതൊക്കെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗാർഡൻ നിങ്ങളും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് പറ്റത്തില്ല, പതിയെ കുറേശ്ശെ സെറ്റ് ചെയ്ത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.